നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എൻവയോൺമെന്റ് എന്താണ്, എൻവയോൺമെന്റൽ സിസ്റ്റം എന്താണ്, ഈക്കോളജി എന്താണ്, അവയുടെ ഭേദങ്ങൾ, അവയെക്കുറിച്ചുള്ള വിവരണമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നടത്തിയിരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം, ഇത് എന്താണ്, ഇതിന്റെ ഡിവിഷൻസ് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ ആ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പല സ്വഭാവത്തിൽ കൂടിയിട്ടുള്ള പലതിന്റെയായിട്ടുള്ള ഒരു യൂണിറ്റ്, അത് തന്നെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി ഓഫ് ഓൾ ലിവിംഗ് തിങ്സ് and the system which connect them. All living beings and the systems which connect them. All living beings എന്ന് വെച്ചാൽ നമുക്കറിയാം, എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും വ്യത്യസ്തതയാർന്നവരാണ്. അത് സ്വഭാവം കൊണ്ടാണെങ്കിലും ശരി, രൂപം കൊണ്ടാണെങ്കിലും ശരി, ഏറ്റവും സൂക്ഷ്മം മുതൽ ഏറ്റവും സ്ഥൂലം സ്വഭാവത്തോടുകൂടി അല്ലെങ്കിൽ സ്ഥൂല രൂപത്തോടു കൂടിയിട്ടുള്ള ലിവിംഗ് ബീയിങ്സ് ഈ പ്രപഞ്ചത്തിലുണ്ട്. അവയുടെ ആവാസ വ്യവസ്ഥയും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ, ആ ഒരു യൂണിറ്റിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി ഓഫ് ഓൾ ലിവിംഗ് തിങ്സ് ആൻഡ് ദ സിസ്റ്റം വിച്ച് കണക്ട് ദം എന്ന് അതിനൊരു ഡെഫിനിഷൻ പറയാം. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പുതുതായിട്ട് നമുക്ക് സംഭാവന ചെയ്തത് വാട്ടോ ജി റൂസൻ എന്ന് പറയുന്ന ബയോളജിസ്റ്റാണ്. വാട്ടോ ജി റൂസൻ എന്ന ബയോളജിസ്റ്റാണ് ഈ പദം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന മോഡേൺ ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന പദത്തെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് വാട്ടോ ജി റൂസൻ ആണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് the word biodiversity first in the National Forum on Biodiversity Conference in 1886. NFBC യിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹം ഈ പദത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനു മുമ്പ് 1885 കാലഘട്ടങ്ങളിലൊക്കെ ഈ ആശയത്തെ ഉപയോഗിച്ചിരുന്ന പദം ബയോഡൈവേഴ്സിറ്റി എന്നതല്ല, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആണ് വാട്ടോ ജി റൂസൻ അല്ലെങ്കിൽ WH റൂസൻ ഈ പദത്തെ ഈ NFBC കോൺഫറൻസിൽ അവതരിപ്പിക്കുകയും പിന്നീട് അതിനുശേഷമാണ് ഇത് ഏറ്റവും പ്രബലമായ രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്തത്. അപ്പോ ഇതാണ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള പദത്തെ കൊണ്ടും അല്ലെങ്കിൽ ആ പദത്തെ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നും ആ പദം എന്താണെന്നും ഒക്കെ നമുക്ക് പറയാൻ സാധിക്കുക. ഈ ബയോഡൈവേഴ്സിറ്റി തന്നെ പല വിധത്തിൽ തിരിച്ചിട്ടുണ്ട്. ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഈക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഹാബിറ്ററ്റ് ഡൈവേഴ്സിറ്റി തുടങ്ങി പല വിധത്തിൽ ഇതിനെയൊക്കെ നമുക്ക് തിരിക്കാൻ സാധിക്കും. അപ്പോ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് ഓൾ ദ ഡിഫറെന്റ് ജീൻസ് contained in all the living being or all the living species, including individual plants, fungi, animals and microorganisms. ജനറ്റിക് ഡൈവേഴ്സിറ്റി ജീനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വഭാവ പരിവർത്തനത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. അതിനെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജീനുകളുടെ പ്രത്യേകത കൊണ്ടാണ് ഇപ്പൊ ഒരേ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ തന്നെ വ്യത്യസ്ത രൂപത്തോടും വ്യത്യസ്ത ഭാവത്തോടും കൂടിയിട്ട് ഒക്കെ ആവുന്നത്, വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയിട്ടൊക്കെ ആവുന്നത് ഇത്തരത്തിലുള്ളതാണ്. അപ്പൊ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നത്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഓൾ ദ ഡിഫറെന്റ് സ്പീഷീസ് as well as the different within and between different species.
വ്യത്യസ്ത സ്പീഷീസുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം ഈസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാബിറ്ററ്റ് diversity എന്ന് പറയുന്നത് or habitat diversity, which means the range of place where life exists. ഒരു വിഭാഗത്തിലുള്ള ജീവികൾ ഏറ്റവും കൂടുതൽ ഒരു സ്പേസിൽ നിൽക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് താമസത്തിനും അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവർക്ക് അനുകൂലമായ പരിതസ്ഥിതികൾ അവിടെ ഉണ്ട് എന്നതാണ് അർത്ഥം. ഇത്തരത്തിലുള്ളവയാണ് ഹാബിറ്ററ്റ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയും. ഇത്തരത്തിൽ വ്യത്യസ്തതയാർന്ന ജീവികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഹാബിറ്ററ്റ് ഈ ഭൂമിയിലുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഹാബിറ്ററ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ പല വിധത്തിൽ പ്രധാനമായിട്ടുള്ള ഭേദങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഈക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഹാബിറ്ററ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്നതാണ്. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി ഓഫ് ഓൾ ലിവിംഗ് ബീയിങ്സ് ആൻഡ് ദ സിസ്റ്റം വിച്ച് കണക്ട് ദം എന്നതാണ് അതിന് നമുക്ക് ഡെഫിനിഷൻ പറയാൻ സാധിക്കുക. വോട്ടോ ജി റൂസൺ ആണ് 1886 NFBCയിൽ ഇത് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ പദത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു പ്രബന്ധം അവതരിപ്പിച്ചത്. ഇതിനു മുമ്പ് ഇത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നുള്ള പേരുകളിലൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് ബയോഡൈവേഴ്സിറ്റി എന്ന പേരിൽ പ്രചാരം പ്രാപിക്കുകയായിരുന്നു.